ശമ്പളം കൊടുക്കും. 5000 റിയാലാണ് കേട്ടോ. നാട്ടിലെ 1 ലക്ഷം വരെയൊക്കെ കിട്ടും. 50,000 മുതൽ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആട്ടോ കേരളത്തിലുള്ള ഒരാൾ തന്നെ ആവണം. അപ്പോൾ നമ്മൾ ഹായ് എന്തെല്ലാം പണ്ടില്ല ആൾക്കാരിങ്ങനെ പറയായിരുന്നു അല്ലേ, അവസരം ഒരു തവണ വാതിൽ വന്ന് മുട്ടുള്ളൂ. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ അവസരം ഒരു തവണ മൊബൈലിൽ വന്ന് മുട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കായി. അങ്ങനെ തന്നെയല്ലേ, അവസരം ഒരു തവണ മൊബൈലിൽ വന്നു മുട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയില്ലേ കാലം. കുറേ വീഡിയോ നമ്മളെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഉപകാരം എല്ലാവർക്കും വെറുതെ കണ്ടിങ്ങനെ പോവാന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണല്ലോ നമുക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഞാനൊരു കമ്പനിയായിട്ട് ഇവിടെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്ക് 3 റിക്രൂട്ട്മെൻറ്റ് ആവശ്യമുണ്ട്. 3 ആൾക്കുള്ള ജോലി അവരുടെ കയ്യിലുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ വർക്ക് ചെയ്യണത് നെറ്റ്വർക്ക് മേഖലയിലാണ് വർക്ക് ചെയ്യണത്. ആ മേഖലയിൽ തന്നെയാണ് നമുക്കിപ്പോൾ അവസരം വന്നിട്ടുള്ളത്. 3 പേർക്കുള്ളതാണ്. ഇവർ നമ്മളെ മുമ്പിൽ പറഞ്ഞ എന്താ വെച്ചാൽ കേരളക്കാരായിരിക്കണം. അപ്പോൾ കേരളക്കാരെ എത്രത്തോളം നല്ലതാണെന്ന് അറിയാലോ. ഇവിടെ കേരളക്കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 2-3 പദ്ധതികൾ വരുന്നുണ്ട്. വേൾഡ് കപ്പ് വരുന്നുണ്ട്, വിഷൻ 2030 പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റ്വർക്ക് മേഖല എന്ന് പറയുന്നത് ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ എവിടെ ഏത് മേഖലയിലും നെറ്റ്വർക്ക് വേണം നിർബന്ധമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്ന കാലം. എല്ലായിടത്തും ഏത് രാജ്യത്തും എവിടെ പോയാലും നെറ്റ്വർക്ക് ഇനി മുന്നോട്ട് എന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇവർ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് കേരളക്കാരനായിരിക്കണം, കേരളത്തിലുള്ള ആളായിരിക്കണം ഒന്ന്. രണ്ടാമത്തതാണ് കേരളക്കാരെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇത് എവിടെയാണെന്ന് പറയാൻ പറഞ്ഞില്ലേ, സൗദി അറേബ്യയിലാണ് കേട്ടോ. അപ്പോൾ കേരളക്കാരെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കേരളക്കാരായിരിക്കണം. രണ്ടാമത് അത്യാവശ്യം ഇംഗ്ലീഷും അല്ലെങ്കിൽ അറബിയോ ഇതിൽ രണ്ടിലേതിലും ഒന്ന് അറിഞ്ഞിരിക്കണം. അറബിക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ മസ്റ്റായിട്ട് ഇവർക്ക് അറിയണം. ഏതെങ്കിലും ഒരെണ്ണം അറിഞ്ഞാൽ മതി കേട്ടോ. ഇവർ മുമ്പിൽ 2 പദ്ധതികളുണ്ട് സൗദി അറേബ്യൻ്റെ മുമ്പിൽ. കാരണം വിഷൻ 2030 ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. 2030 വരെ വലിയൊരു സ്വപ്ന പദ്ധതി തന്നെയാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏതൊരു രാജ്യത്തിൻ്റെയും ഒരാഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഒരു വേൾഡ് കപ്പ് വരാം. അതുവരെ പദ്ധതിയിൽ ഉള്ളതാണ്. 2034 വേൾഡ് കപ്പ് എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഈ 2 മേഖലയിലും നെറ്റ്വർക്കിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മിനിമം CCNA കഴിയണം. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 1 കേരളക്കാരനാവണം, 2 ഈ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിക്കോ ഇതിലേതെങ്കിലും ഒരെണ്ണം അത്യാവശ്യം അറിഞ്ഞിരിക്കണം, 3ാമത് CCNA എങ്കിലും കഴിഞ്ഞിരിക്കണം. എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ് സാലറി പാക്കേജൊക്കെ. പക്ഷേ ഈ അവസരം നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയാണ്. നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും നമ്മൾ ഈ അവസരം കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ ചാനൽ കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് അപ്ലൈ ചെയ്യാൻ ഈ ഡാറ്റ നമ്മൾ അവർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് പല മേഖലകൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ചാനൽ വഴി തന്നെ കേട്ടോ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഈ ഡാറ്റകളൊക്കെ ഞാനൊരു കുറഞ്ഞൊരു ഡേറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അവർക്കത് കൈമാറും. അവർ സെലക്ട് ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യും. നല്ല പാക്കേജ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, 2500 മുതൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് 5000 വരെ ഇവർ ശമ്പളം കൊടുക്കും. 5000 റിയാലാണ് കേട്ടോ. നാട്ടിലെ 1 ലക്ഷം വരെയൊക്കെ കിട്ടും. 50,000 മുതൽ 1 ലക്ഷം വരെയുള്ള സാലറി ഇവർ പാക്കേജ് നമ്മോട് പറയുന്നുണ്ട്. വർഷത്തിൽ 1 മാസം ലീവ് സാലറി, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അടക്കാട്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ സിംഗിൾ റൂം, പോകാനുള്ള വെഹിക്കിൾ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. എല്ലാം കൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അവസരങ്ങൾ ഒരു തവണ ഉള്ളൂ നമ്മൾ വാതിലിൽ വന്ന് മുട്ടുക. അതേപോലെ തന്നെ അവസരങ്ങൾ ഒരു തവണ ഉള്ളൂ നമ്മളെ മൊബൈലിൽ വരിക. മാക്സിമം എന്ത് ചെയ്യാമെന്നറിയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നറിയോ, നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആട്ടോ കേരളത്തിലുള്ള ഒരാൾ തന്നെ ആവണം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് ജോലി കിട്ടുക. കാരണം എത്രങ്ങാനും ആൾക്കാരാണ് ജോലി ഇല്ലാതെ നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. എത്ര പഠിച്ചാലും ജോലി കിട്ടാനില്ല. എല്ലാവരും വിദേശത്തോട്ട് നോക്കുന്നുണ്ട്. വിദേശത്ത് തന്നെ അവസരങ്ങളൊന്നും കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഉണ്ട് ഒരു ഗൂഗിളിൻ്റെ ഫോം. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ ലിങ്ക് വഴി നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ അത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. CV അപ്ഡേറ്റ് ആയിട്ടുള്ള CV തന്നെ നിങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്യണം കേട്ടോ, മറക്കരുത്. അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്യണം കേട്ടോ. ഇവർക്കിപ്പോൾ 3 പേരെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും വേക്കൻറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ എന്ത് ചെയ്യും, കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 3 പേർക്കുള്ളല്ലോ എന്ന് വിചാരിച്ച് നിൽക്കണ്ട. കാരണം
ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ ആൾക്കാർ അവർക്ക് എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളതും. കൂടുതൽ ആൾക്കാർ അവർക്ക് എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 പേർക്കുള്ളതെന്നല്ല, എനിക്ക് അവർക്ക് എത്രത്തോളം വേക്കൻറ്റുകൾ വരുമോ അത് നമ്മളെ ഡാറ്റ വെച്ചിട്ട് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. ഇത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അവസരങ്ങൾ, അപ്പോൾ അത് വലുത് തന്നെയാണല്ലോ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.